മുളാരിയായ രണ്ട് ഫേലുകൾക്ക് ജസ്മ് ചെയ്യുന്ന 8 അദാത്തുകളെപ്പറ്റി കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നാം വിവരിച്ചു. ബാക്കി 4 അദാത്തുകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 9ാമത്തെ അദാത്ത് അയ്യുൻ. 2 മുളാരിയായ ഫേലുകൾക്ക് ജസ്മ് ചെയ്യുന്ന അദാത്തുകളിൽ മുഅറബായ ഒരേ ഒരു അദാത്താണ് അയ്യുൻ എന്നത്. ബാക്കി എല്ലാ അദാത്തുകളും മബ്നിയാണ്. ചോദ്യാർത്ഥത്തിലും ഉപയോഗിക്കുന്ന അയ്യുൻ എന്ന പദം ഷർത്തിൻ്റെ അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും മറ്റൊരു ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട രൂപത്തിലായിരിക്കും. മുളാഫ് ഇലൈഹിക്ക് അനുസരിച്ചായിരിക്കും അയ്യുൻ എന്നതിൻ്റെ അർത്ഥം വരിക. സാധാരണഗതിയിൽ ആഖിലിനെ സൂചിപ്പിക്കുന്ന ഇസ്മ്, അതേപോലെ ഗൈർ ആഖിലിനെ സൂചിപ്പിക്കുന്ന ഇസ്മ്, ലർഫുൽ മക്കാൻ, ലർഫുൽ സമാൻ അഥവാ സ്ഥലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്ന ഇസ്മ് മുതലായവയിലേക്കാണ് അയ്യുൻ എന്ന പദം ഇളാഫത്ത് ചെയ്യപ്പെടാറുള്ളത്. അയ്യു തിൽമീദിൻ യജ്തഹിദ് യൻജഹ്. ഏത് വിദ്യാർത്ഥിയാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയിക്കും. തിൽമീദുൻ എന്ന ആഖിലായ ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ഒരു മുബ്തദ ആണ് അയ്യ് എന്ന പദം. അയ്യു ഷൈഇൻ തുർഹിബുക തഹ്ദർഹു. ഏതൊരു കാര്യമാണോ നിന്നെ ഭയപ്പെടുത്തുന്നത് അതിനെപ്പറ്റി നീ ജാഗ്രത പാലിക്കും. ഷൈഉൻ എന്ന ഗൈർ ആഖിലായ ഒരു പദത്തിലേക്കാണ് അയ്യ് ഇവിടെ ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയ്യ റജുലിൻ തുഖാബിൽ തുസല്ലിം അലൈഹി. ഏതൊരാളെയാണോ നീ കണ്ടുമുട്ടുന്നത് അയാളോട് നീ സലാം പറയുന്നു. ഇവിടെ നിർബന്ധമായും മുന്തിക്കപ്പെട്ട മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തായതിനാൽ അയ്യ് എന്ന പദത്തിന് നസ്ബാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അയ്യ മക്കാനിൻ തജ്ലിസ് അജ്ലിസ്. ഏതൊരു സ്ഥലത്താണോ നീ ഇരിക്കുന്നത് ഞാനും അവിടെ ഇരിക്കും. അയ്യ യൗമിൻ തദ്ഹബ് അദ്ഹബ് മഅക. ഏതൊരു ദിവസമാണോ നീ പോകുന്നത് നിന്റെ കൂടെ അന്ന് ഞാനും പോകും. ഈ 2 ഉദാഹരണങ്ങളിലും മക്കാനിനെയും സമാനിനെയും സൂചിപ്പിക്കുന്ന മക്കാനുൻ യൗമുൻ എന്നീ 2 ഇസ്മുകളിലേക്കാണ് അയ്യ് എന്ന ഷർത്തിൻ്റെ അദാത്ത് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലർഫ് അഥവാ മഫ്ഊലുൻ ഫീഹി എന്ന നിലയിൽ ഇവിടെ അയ്യുൻ എന്നതിന് നസ്ബായിരിക്കും. 10ാമത്തെ അദാത്താണ് അന്ന. ഐന എന്നതിനെ പോലെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന എവിടെ എന്ന അർത്ഥത്തിലുള്ള ഒരു ഷർത്തിൻ്റെ അദാത്താണ് അന്ന എന്നത്. അന്ന യൻസിൽ ദുൽ ഇൽമി യുഹ്തറം. വിജ്ഞാനമുള്ളവൻ എവിടെ ചെന്നിറങ്ങിയാലും ബഹുമാനിക്കപ്പെടും. 11ാമത്തെ അദാത്ത് ഹൈസുമാ. വമ്മിന്മേൽ മബ്നിയായ ഹൈസു എന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ലർഫുൽ മക്കാനിൽ സായിദയായി അഥവാ വർദ്ധിച്ചു വന്ന മാ ചേർന്ന ഷർത്തിൻ്റെ ഒരു അദാത്താണ് ഹൈസുമാ എന്നത്. ഐന, അന്ന എന്നിവയെ പോലെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഹൈസുമാ എന്നതും. ഹൈസുമാ തജിദ് ഉമ്മക തൻസുർഹ. നിന്റെ ഉമ്മയെ നീ എവിടെ കണ്ടാലും അവരെ നീ സഹായിക്കും. അവസാനത്തെ അദാത്ത് കൈഫമാ. എങ്ങനെ എന്ന അർത്ഥത്തിൽ ഹാലിനെ പറ്റി അഥവാ സ്ഥിതിയെപ്പറ്റി അറിയിക്കുന്ന ഒരു പദമാണ് കൈഫമാ എന്നത്. കൈഫമാ എന്നതുകൊണ്ട് ജസ്മ് ചെയ്യപ്പെടുന്ന മുളാരിയായ 2 ഫേലുകളുടെയും പദവും അതിൻ്റെ അർത്ഥവും ഒന്നാകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൈഫമാ തെൽഅബ് അൽഅബ്. നീ എങ്ങനെയാണോ കളിക്കുന്നത് അങ്ങനെ ഞാനും കളിക്കും. ഇവിടെ ലഇബ എന്ന ഫേല് ഒരേ അർത്ഥത്തിലാണ് ഷർത്തിൻ്റെയും ജവാബിൻ്റെയും ഫേലുകളായി വന്നിട്ടുള്ളത്. അപ്പോൾ കൈഫമാ തെൽഅബ് അജ്ലിസ് എന്നോ കൈഫമാ തദ്രിബ് അഷ്റബ് എന്നോ മറ്റോ പറയാൻ പാടില്ല. മേൽ 12 അദാത്തുകൾക്ക് പുറമെ ഇദാ എന്ന ഒരു അദാത്ത് കൂടി സാധാരണഗതിയിൽ 2 മുളാരിയായ ഫീലുകൾക്ക് ജസ്മ് ചെയ്യുന്ന കൂട്ടത്തിൽ എണ്ണാറുണ്ട്. കവിതകളിലാണ് മിക്കവാറും ഇത് വന്നിട്ടുള്ളത്. വിശദമായ പഠനങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസ്സുകളിൽ ലഭിക്കുന്നതാണ്.